ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. y2 dash minus y dash minus 2y equal to 0, y of 0 equal to 0, y dash of 0 equal to 1. ഈ സംഭവം ഇല്ലെങ്കിൽ, അതായത് ഈ ഇനിഷ്യൽ കണ്ടീഷൻ ഉള്ളതിനെയാണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം വരിക. ഇനിഷ്യൽ കണ്ടീഷൻ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ ചെയ്ത് നിർത്തുക. അതായത് y dash of y dash മൈനസ് 2yനെ y2 ഡാഷ് ഉള്ളൊരു d സ്ക്വയർ കൊടുക്കുക, y ഡാഷ് ഉള്ളിടത്ത് d കൊടുക്കുക, 2yയുടെ കൂടെ ഡെറിവേറ്റീവ്സ് ഒന്നുമില്ല, അപ്പോൾ അത് ആ കോൺസ്റ്റൻറ്റ് മാത്രം എഴുതുക. ഇതിനെടുത്തിട്ട് ഓക്സിലറി ഇക്വേഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. അതിൻ്റെ സൊല്യൂഷൻ കാൽക്കുലേറ്ററിൽ കാണുമ്പോൾ 2 - 1 വരും. ജനറൽ സൊല്യൂഷൻ എന്താ? ഇത് ഡിഫറൻ്റ് ആണ്, റിയൽ ആണ്. അപ്പോൾ C1 e⁻²x C2 e⁻−x കിട്ടും. ഓക്കെ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഇതുവരെ എഴുതുക. ഈ കണ്ടീഷൻ ഇനിഷ്യൽ കണ്ടീഷൻ തന്നില്ലെങ്കിൽ ഇവിടം വരെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പക്ഷേ ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ സൊല്യൂഷൻ്റെ C1ൻ്റെ C2ൻ്റെ വാല്യൂ കാണണം. അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യൽ കണ്ടീഷൻ എടുത്തു, y of 0 equal to 0. y of 0 equal to 0 എടുത്തു. നമ്മളിവിടുത്തെ ഈ സൊല്യൂഷനിൽ x ഉള്ളിടത്തെല്ലാം 0 കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ 1ൽ y of 0 C1 e⁻²0 C2 e⁻² ഈക്വൽ ടു എന്താണ്? y of 0 ഈക്വൽ ടു എന്താ? 0. ഇനി e⁻² എന്ന് പറഞ്ഞാൽ 0 ആണ്. സോറി, e⁻² എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ നമ്മളിവിടെ C1 + C2 ഈക്വൽ ടു 0 കിട്ടി, ഇക്വേഷൻ കിട്ടി കേട്ടോ. ഇനി C1 C2ൻ്റെ വാല്യൂ കാണാനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 2 ഇതേപോലത്തെ ഇക്വേഷൻ വേണം. അപ്പോൾ ആദ്യത്തെ ഇത് വെച്ചിട്ട് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഒരു ഇക്വേഷനും കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തത് എടുക്കുക. y dash of 0 equal to 1. y dash of 0 equal to 1 കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് y dash ഇല്ല. അപ്പോൾ അതിന് വേണ്ടി ഈ ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് കാണാം, y dash of x കാണാം. അതിന് വേണ്ടി ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം, ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. C1 e⁻²x ഡെറിവേറ്റീവ് എന്താ? e⁻²x ഇൻറ്റു എക്സിൻ്റെ കൂടെയുള്ള കോഷ്യൻ്റ്, അതായത് 2xൻ്റെ ഡെറിവേറ്റീവ് 2. C1 2 e⁻x C2 ഇൻറ്റു e⁻−x -xൻ്റെ ഡെറിവേറ്റീവ് e⁻−x ഇൻറ്റു -1 -xൻ്റെ ഡെറിവേറ്റീവാണ് ഇത് -1 വന്നത്. ഇനി ഇതാണ് ഇവിടെ വരിക, y dash of x 2C1 e⁻²x C2 e⁻−x. ഇനി ഇവിടെ എക്സിന് 0 കൊടുക്കുക. നമുക്ക് ഈ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എക്സിന് 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ y dash of 0 2C1 e⁻² C2 e⁻² ഈക്വൽ ടു എന്താണ്? y dash of 0 1 അല്ലേ, 1 കൊടുക്കുക. ഇങ്ങനെ കിട്ടി 2C1 - C2 ഈക്വൽ ടു 1. അപ്പോൾ 2 ഇക്വേഷനാണ് കിട്ടിയത്. C1 + C2 ഈക്വൽ ടു 0യും 2C1 - C2 ഈക്വൽ ടു 1ഉം. ഈ 2 ഇക്വേഷനും കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് C1ൻ്റെയും C2ൻ്റെ വാല്യൂ കിട്ടും. കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, C1 ആദ്യം എഴുതുക, C2 രണ്ടാമത് എഴുതുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇക്വേഷനിൽ അങ്ങനെ തന്നെ എഴുതണം. ഈക്വൽ ടു കഴിഞ്ഞിട്ട് കോൺസ്റ്റൻറ്റ് എഴുതണം. ഈ ഫോമിൽ തന്നെ എഴുതിയാലേ കാൽക്കുലേറ്ററിൽ കൃത്യമായിട്ട് ആൻസർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ തെറ്റു കേട്ടോ. കാൽക്കുലേറ്റർ ചെയ്താൽ മതി, ഇതേപോലെ സോൾവ് ചെയ്യണമെന്നില്ല. നമുക്ക് C1ൻ്റെ വാല്യൂ 1/3യും C2ൻ്റെ വാല്യൂ -1/3യും കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ കിട്ടും. അത് നേരെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇതാണ് സൊല്യൂഷൻ ഓഫ് IVP.